ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടന്റെ അടുത്ത സിനിമയാണല്ലോ തുടരും. ഏപ്രിൽ 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന തരുൺമൂർത്തി ചിത്രത്തിന്റെ ഓൺലൈൻ കേരള ബുക്കിംഗ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ആരംഭിക്കപ്പെട്ടത്. ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടതിന് ശേഷമുള്ള സിനിമയുടെ ഒരു ബുക്കിംഗ് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ അത് വേറെ ലെവൽ എന്നതിലുപരി വാക്കുകൾക്ക് അതീതമായ ബുക്കിംഗ് എന്ന് നിസ്സംശയം പറഞ്ഞുകൊള്ളട്ടെ. ഒരു ഫാമിലി പടത്തിന്റെ ബുക്കിംഗ് ആണ് നാം നിലവിൽ ബുക്ക് മൈ ഷോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 1000-ഉം 2000-ഉം 5000-ഉം ടിക്കറ്റുകളെല്ലാം തന്നെ കടന്ന് 8000 ടിക്കറ്റുകൾ കടന്ന സിനിമ പിന്നെ 10,000-ത്തിലധികം ടിക്കറ്റുകൾ ഒരു മണിക്കൂറിൽ വിറ്റടിക്കുന്ന ഒരു കാഴ്ചയാണ് ബുക്ക് മൈ ഷോയിൽ നാം കാണുന്നത്. ഒരു പ്രൊമോഷനും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഇന്നലെ വരെ നോക്കുകയാണെങ്കിൽ വലിയ ഹൈപ്പൊന്നും തന്നെ സിനിമ നേരിടുത്തു എന്ന് പറയാനാവാത്ത സ്ഥിതിയിലായിരുന്നു തുടരുമെന്ന സിനിമയുടെ ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണിയോടെ ആരംഭിക്കപ്പെട്ടത്. അപ്പോൾ അതിനുശേഷമുള്ള സിനിമയുടെ ഒരു ബുക്കിംഗ് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ എമ്പുരാന്റെ തരംഗം എവിടെ അവസാനിച്ചോ അവിടെ തുടങ്ങുന്നു, തുടരുമെന്ന സിനിമ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി ലാലേട്ടന്റെ ഒരു സ്റ്റാർഡം ലെവൽ ഏത് ലെവലാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ബുക്കിംഗ് ആണ് തുടരുമെന്ന സിനിമയുടെ ബുക്കിംഗ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയുടെ ആദ്യ പ്രീ സെയിൽ കേരള കളക്ഷനും അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം ആദ്യ 2 മണിക്കൂറിലെ ബുക്കിംഗ്, അതായത് ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള ബുക്കിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള കളക്ഷൻ ഇപ്പോഴത്തെ 70 ലക്ഷം രൂപ പിന്നിട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത മണിക്കൂറിൽ തന്നെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് പ്രീ സെയിൽ കളക്ഷൻ 1 കോടി കടക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഞെട്ടിച്ചുകൊണ്ട് തുടരുമെന്നൊരു ഫാമിലി ഡ്രാമ സിനിമ ബുക്കിംഗിന്റെ കാര്യത്തിൽ തുടങ്ങിയിരിക്കുന്നു. കാത്തിരിക്കൂ, തുടരും സിനിമയുടെ അടുത്ത മണിക്കൂറുകളിലെ പ്രീ സെയിൽ കളക്ഷനായിട്ട്.